എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 10ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. 3ാമത്തെ ചാപ്റ്ററിലെ 10ാമത്തെ വീഡിയോ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് ദി ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് ഓഫ് എനി ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം. എക്സ്പ്ലെയിൻ വെൻ ഇറ്റ് ബിക്കംസ് എ റോംബസ്, എ റെക്ടാംഗിൾ, എ സ്ക്വയർ. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ 4 വശങ്ങളുള്ള ഒരു ചതുർഭുജം, ആ ചതുർഭുജത്തിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത്, സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് മറ്റൊരു ചതുർഭുജം വരയ്ക്കുന്നു. അങ്ങനെ വരയ്ക്കുന്ന ചതുർഭുജം, ആ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിളാണ്. നമ്മുടെ മിഡ് പോയിന്റ് തിയറം വെച്ച് ചെയ്യാം. ഇതാ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ. അവിടെ AB-യുടെ മിഡ് പോയിന്റ് Pയും BC-യുടെ മിഡ് പോയിന്റ് Qവും CD-യുടെ മിഡ് പോയിന്റ് Rഉം AD-യുടെ മിഡ് പോയിന്റ് Sഉം. അപ്പൊ അത് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ക്വാഡ്രിലാറ്ററൽ ആണ് PQRS. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PQRS ഒരു പാരലലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ PQRS പാരലലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു ജോഡി എതിർവശങ്ങൾ, വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അങ്ങനെ പറയാം. അപ്പൊ അതിന്റെ ഡയഗണലാഗ് വരച്ചു നോക്കാം. AC എന്ന് പറയുന്ന ഡയഗണലാഗ് വരച്ചു. അങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ 2 ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ നോക്കിയേ. ABC എന്ന് പറയുന്ന ട്രയാങ്കിളും ADC എന്ന ട്രയാങ്കിളും. അപ്പൊ ഈ 2 ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ ABC എന്ന ട്രയാങ്കിളിന്റെ BC-യുടെ മിഡ് പോയിന്റ് ആണ് Q, AB-യുടെ മിഡ് പോയിന്റ് ആണ് P. അപ്പോ 2 സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ 3ാമത്തെ സൈഡിന് പാരലാണ്. അപ്പൊ PQ ABCക്ക് പാരലാണ്. കൂടാതെ PQന്റെ നീളം AC-യുടെ ഹാഫ് ആയിരിക്കും. അതായത് ഇൻ ട്രയാങ്കിൾ ABC, സിൻസ് P and Q are the midpoints of AB and ABC, PQ is parallel to AC and PQ equal to half AC. ഒന്നാമത്തെ കണ്ടീഷൻ കിട്ടി. PQ parallel to AC and PQ equal to half AC. ഓക്കെ, അടുത്ത ട്രയാങ്കിൾ എടുത്ത് നോക്കാം. നമുക്ക് ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുമ്പോ കേട്ടോ, AD-യുടെ മിഡ് പോയിന്റ് ആണ് S, CD-യുടെ മിഡ് പോയിന്റ് ആണ് R. അപ്പൊ 2 സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത ലൈനാണ് RS. അത് 3ാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പൊ AC-ക്ക് പാരലൽ ആണ് RS. കൂടാതെ AC-യുടെ ഹാഫ് ആണ് RS. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ കിട്ടി. എന്തൊക്കെ കിട്ടി? സിൻസ് R and S are the midpoints, SR is parallel to AC and SR is half AC. അപ്പൊ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കിയേ. PQ AC-ക്ക് പാരലൽ ആണ്, അതുപോലെ തന്നെ SR-ഉം AC-ക്ക് പാരലാണ്. അപ്പൊ ഇതിന് പാരലാണ് ഇത്, ഇതിന് പാരലാണ് ഇത്. അപ്പൊ ഇത് രണ്ടും പാരലായി. ഇപ്പൊ PQ പാരലൽ ടു SR ആയി അല്ലേ? അതുകൂടാതെ PQ ഈക്വൽ ടു ഹാഫ് AC ആണ്, RS-ഉം ഹാഫ് AC ആണ്. അപ്പൊ 2 ഈക്വൽ ആയില്ലേ? കാരണം 2 AC-യുടെ ഹാഫ് ആണ്. അപ്പൊ എന്ത് കിട്ടി? PQ ഈക്വൽ ടു RS ആൻഡ് PQ പാരലൽ ടു RS. SR എന്ന് RS എന്ന് പറയാം. PQ SR ഈക്വൽ ആണ്, PQ RS ഈക്വൽ ആണ്. അതായത് ഈ 2 സൈഡ് ഈക്വൽ, ഇത് രണ്ടും പാരലൽ ആണ്. അപ്പോൾ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആയതുകൊണ്ട് PQRS എന്താണ്? പാരലലോഗ്രാം ആണ്. അപ്പോൾ ഏത് ചതുർഭുജത്തിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? പാരലലോഗ്രാം ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയോ? ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം പാർട്ടുണ്ട്. എപ്പോഴാണ് ഇതൊരു റോംബസ് ആകുന്നത്? ഇതൊരു പാരലലോഗ്രാം നമുക്ക് കിട്ടി. ഇത് റോംബസ് ആകുന്ന എപ്പോഴാ? റോംബസ് ആകുന്ന എപ്പോഴാ? പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആകുമ്പോഴേ. അതായത് ഈ ലെങ്തും ഈക്വൽ വരണം. അതായത് RS-ഉം PS-ഉം ഈക്വൽ വരുമ്പോഴാണ് എന്താവുക? റോംബസ് ആവുക. ഈ RS എന്ന് പറയുന്നത് ഈ ഡയഗണലിന്റെ ഹാഫ് ആണ്. PS എന്ന് പറയുന്നത് BD എന്ന ഡയഗണലിന്റെ ഹാഫാണ്. അപ്പോ ഇത് രണ്ടും ഈക്വൽ ആകുന്ന പറഞ്ഞാൽ ഈ ഡയഗണൽ രണ്ടും ഈക്വൽ ആയാൽ മതി. അപ്പൊ ഡയഗണൽസ് AC-യും BD-യും ഈക്വൽ ആകുന്ന ഏത് ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് റോംബസ് ആയിരിക്കും. ക്ലിയർ ആയോ? പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ റോംബസ് ആവും. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ആവുമെന്ന് പറഞ്ഞാൽ ഡയഗണൽസ് ഈക്വൽ ആയ ഏത് ക്വാഡ്രിലാറ്ററൽ മതി. അപ്പോ ഡയഗണൽസ് ഈക്വൽ ആയ ഏത് ക്വാഡ്രിലാറ്ററൽ എടുത്താലും അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? റോംബസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തതാണെങ്കിൽ എങ്ങനെയാണ്? റെക്ടാംഗിൾ ആവുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, റെക്ടാംഗിൾ ആവുന്ന എപ്പോഴാ? പാരലലോഗ്രാമിന്റെ 1 ആംഗിൾ 90 ആവുമ്പോഴാണ്. അപ്പൊ ഈ ആംഗിൾ 90 വന്നാൽ മതി. അപ്പൊ അതിനൊരു എളുപ്പവഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഇത് 90 വരുന്നത് എപ്പോഴാന്ന് നോക്കിയാൽ മതി. എങ്ങനെയാ എപ്പോഴാണ് 90 വരുന്നത്? ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ആയാൽ മതി. ഇത് 90 ആണെങ്കിൽ ഇത് 90 ആവും അല്ലേ?
ഈ ഡയഗണൽസിന് ഇടയ്ക്കുള്ള ആംഗിൾ 90 ആവുമ്പോൾ, കാരണം ഇത്രയും ഇത് രണ്ടും പാരലാണ്, അപ്പോൾ ഇതൊരു പാരലലോഗ്രാം ആവും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവും. അപ്പോൾ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ആംഗിൾസും 90 ആവും. അപ്പോൾ 1 ആംഗിൾ 90 വരുന്നത് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് ക്വാഡ്രിലാറ്റർ എടുക്കും. അപ്പോൾ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് ക്വാഡ്രിലാറ്റർ എടുത്താലും അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ക്വാഡ്രിലാറ്റർ എന്തായിരിക്കും? റെക്ടാംഗിൾ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പറഞ്ഞത് എന്താണ്? സ്ക്വയർ ആവുന്ന എപ്പോഴാണ്? സ്ക്വയർ ആവണേ എന്ത് വരണം? ലെങ്ത് ബ്രെഡ്ത്തും കൂടി ഈക്വൽ വരണം. അപ്പൊ ഈ രണ്ട് സൈഡ് ഈക്വലും വരണം, കൂടാതെ ഈ രണ്ട് സൈഡ് ഈക്വലും, അതോടൊപ്പം തന്നെ എന്ത് വേണം? ഈ ആംഗിൾ 90 വരണം. 90 ആവണമെങ്കിൽ ഇത് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഡയഗണൽസ് ഈക്വലും ആവുമ്പോൾ സൈഡ്സ് ഈക്വൽ ആവും. അപ്പൊ ഡയഗണൽസ് ഈക്വലും ആകണം, പെർപെൻഡിക്കുലറും ആയിട്ട് വരുന്ന ഏത് ക്വാഡ്രിലാറ്ററിന്റെയും, അതായത് ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ക്വാഡ്രിലാറ്റർ, അതായത് ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കുകയും അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ആയിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അത്തരം ക്വാഡ്രിലാറ്ററിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ക്വാഡ്രിലാറ്റർ എപ്പോഴും ഒരു സ്ക്വയർ ആയിരിക്കും. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.